തോട്ടട ITIയിൽ ഇന്നലെ നടന്ന സംഘർഷത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി SFIയും KSUവും. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒത്താശയോടെ KSU ആണ് അക്രമം അഴിച്ചുവിട്ടതെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പറഞ്ഞു. ഇന്നലെ നടന്ന സംഘർഷത്തിൽ SFI പ്രവർത്തകർക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. KSU യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റിബിന് നട്ടെല്ലിനാണ് പരിക്ക്. 30ഓളം വരുന്ന SFI പ്രവർത്തകരാണ് വളഞ്ഞിട്ട് മർദ്ദിച്ചത്. മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ SFI പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. മാരകായുധങ്ങളുമായി സംഘം ചേർന്ന് ആക്രമിച്ചു എന്നാണ് FIRൽ പറയുന്നത്. SFIയുടെ സ്വാധീന മേഖലകളിൽ മറ്റു സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത SFIയുടെ രാഷ്ട്രീയ ഫാസിസമാണ് തോട്ടടയിൽ കണ്ടതെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. തുടരെയുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന ആക്രമണം. നമുക്കറിയാം, ഇന്നലെ കണ്ണൂർ ITIയിൽ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധാർഹമായിട്ടുള്ള സംഭവമാണ്. 28 വർഷക്കാലമായി SFI തങ്ങളുടെ സമഗ്രാധിപത്യ കോട്ട എന്ന് വിശേഷിപ്പിച്ചിരുന്ന കണ്ണൂർ ITIയിൽ KSUവിന്റെ നേതൃത്വത്തിൽ ഈ വർഷം ഒരു യൂണിറ്റ് ഇടുന്നു. അവിടെ അടുക്കും ചിട്ടയുമുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ആ സാഹചര്യത്തിൽ അതിൽ വിറളി പൂണ്ടുകൊണ്ട് ആ ക്യാമ്പസിൽ SFI എന്ന് പറയുന്ന സംഘടന മാത്രം മതി, ഏക സംഘടനാവാദത്തിലേക്ക് ആ ക്യാമ്പസിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് KSUവിന്റെ സംഘടനാ പ്രവർത്തനത്തെ തുടക്കം മുതൽ അതിൽ അക്രമത്തിന്റെ അല്ലെങ്കിൽ കയ്യൂക്കിന്റെ രാഷ്ട്രീയം കൊണ്ട് നേരിടാനാണ് SFI തീരുമാനിക്കുന്നത്. ഇന്നലെ ആ ക്യാമ്പസിലേക്ക് കടന്നു ചെന്ന KSUവിന്റെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളെ, യൂണിറ്റ് പ്രസിഡന്റ് റിബിൻ ഉൾപ്പെടെയുള്ള ആളുകളെ വലിയ രീതിയിലേക്ക് കായികമായി കയ്യേറ്റം ചെയ്യുന്ന SFIയുടെ രാഷ്ട്രീയം. എന്ത് രാഷ്ട്രീയമാണ് SFI കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് പറയുന്നതെന്ന് ചോദിക്കാൻ KSU ആഗ്രഹിക്കുകയാണ്. അതേസമയം SFI ഒരക്രമത്തിനും പോയിട്ടില്ലെന്നായിരുന്നു SFI സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ തെരുവിലെത്തിയിരിക്കുകയാണെന്നും ഇതിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാനാണ് പ്രതിപക്ഷ നേതാവിന്റെ ഒത്താശയോടെ തോട്ടട ITIയിൽ KSU പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടതെന്നും SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഭാരവാഹികൾ ക്രിമിനൽ സംഘങ്ങളോടൊപ്പം ITIയിലേക്ക് പോയിട്ടുള്ളത് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഹ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കണ്ണൂർ ITIക്കകത്ത് ഇന്നലെ സംഘർഷമായിട്ടുള്ളത്. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളിൽ അത് അതിരുവിട്ട് തെരുവിൽ തമ്മിലടി എന്നുള്ള നിലയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ അതിനെ മറയ്ക്കുന്നതിന് വേണ്ടിയും അതിനെ മറികടക്കുന്നതിന് വേണ്ടിയും പ്രതിപക്ഷ നേതാവ് തയ്യാറാക്കിയിട്ടുള്ള തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കണ്ണൂർ ITIക്കകത്ത് സംഘർഷം ഉണ്ടായിട്ടുള്ളത്. അക്രമത്തിൽ പരിക്കേറ്റ SFI പ്രവർത്തകന് ശസ്ത്രക്രിയ വേണ്ടി വന്നിട്ട് പോലും മാധ്യമങ്ങൾ അത് വാർത്തയാക്കാൻ തയ്യാറായില്ലെന്നും SFI സംസ്ഥാന സെക്രട്ടറി ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ 1.